വാർത്തയിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. UDF കൺവീനർ അടൂർ പ്രകാശിനെയും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും SIT ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമെന്ത്, പലതവണ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന്, പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അടൂർ പ്രകാശിനോട് SIT വ്യക്തത തേടും. സാരംഗ് സുധാകരൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, വലിയ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പോറ്റിയെയും അടൂർ പ്രകാശിനെയും ഒരുമിച്ചിരുത്തി എന്തൊക്കെ വിവരങ്ങൾ തേടാനാണ് SIT ശ്രമിക്കുന്നത്? രണിക, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് രണ്ടുപേരോടും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയത്. അതിനെ തുടർന്നാണ് കാസർഗോഡ് നിന്നും അടൂർ പ്രകാശ് ഇവിടേക്ക് എത്തുകയും തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവിടെ ഒരുമിച്ച് എത്തിച്ച് ചോദ്യം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇവർ രണ്ടുപേരും പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുകയും ഇപ്പോൾ 3 മണിക്കൂറോളം പിന്നിടുന്നു. ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രധാനമായിട്ടും SIT ഇതിൽ അന്വേഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അത് വിറ്റവരും വാങ്ങിയവരുമായിട്ടുള്ള അടൂർ പ്രകാശിന്റെ ബന്ധം, അത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിന്നുള്ള ബന്ധങ്ങൾ, ഫോൺ കോളുകൾ, ഇവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇതിൽ നിന്നുണ്ടായ സാമ്പത്തിക ലാഭം അടക്കമുള്ള, അതായത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, അത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയും ഇതുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം മറ്റ് ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലടക്കമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ നാളുകളായി ഭരണപക്ഷം ഉയർത്തുന്ന ഒരു ആരോപണമായിരുന്നു കോൺഗ്രസിനടക്കം ഇത് ഈ സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായി പങ്കുണ്ട്, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്വർണ്ണക്കൊള്ള എത്തിക്കാനും ഇത് വാങ്ങിയവരുമായുള്ള ബന്ധമടക്കം തെളിയിക്കുന്ന പല ചിത്രങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. അതെല്ലാം ഭരണപക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രക്ഷോഭങ്ങളും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അടക്കമായി പുറത്തേക്ക് വന്നത്. പക്ഷേ SIT കാര്യത്തിൽ അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി പെട്ടെന്ന് തന്നെ അടൂർ പ്രകാശിലേക്ക് എത്തിയില്ല. അതിന് പകരം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുണ്ട് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം ഇവർ രണ്ടുപേരുമുള്ള ബന്ധം എന്താണ്, ആ അവിശുദ്ധ ബന്ധം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ചോദ്യമുനയിൽ നിൽക്കുന്ന പല കാര്യങ്ങളും വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളാണ്, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, മാത്രമല്ല ഈ വിറ്റവരും വാങ്ങിയവരും തമ്മിലുള്ള അടൂർ പ്രകാശിന്റെ അടുപ്പം, ഒപ്പം ഇവരുമായുള്ള മറ്റ് ഇടപാടുകൾ, ഫോൺ കോളുകൾ, ഇതിലെല്ലാം വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. രണിക, സാരംഗ്, ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് എന്ന ആരോപണം ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് സാഹചര്യം? പല കാര്യങ്ങൾ സംബന്ധിച്ചും വിശദാംശങ്ങൾ തേടുക എന്നതാണ് SIT പ്രാഥമികമായി ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാകുന്നു. അതിനപ്പുറം അറസ്റ്റ് ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അറസ്റ്റിലേക്ക് നേരിട്ട് കടക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിന് മുൻപടക്കം ഉള്ള പല അറസ്റ്റുകളും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു, അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അടൂർ പ്രകാശ് പോലീസ് ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 മണിക്കായിരുന്നു അദ്ദേഹം ചോദ്യം ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് എത്തിയത്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ, അതായത് പോലീസ് ആസ്ഥാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്നും ചോദ്യം ചെയ്യൽ നടപടിയിൽ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പോലീസ് ആസ്ഥാനത്ത് തന്നെ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത? ഇപ്പോൾ രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചോദ്യം ചെയ്യൽ നടപടി മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അറസ്റ്റിലേക്കോ മറ്റും കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നത്. ഇത് നേരത്തെ തന്നെ ഇത്തരത്തിലായിരുന്നു SITയുടെ നീക്കം. കൃത്യമായി ചോദ്യം ചെയ്യുന്നു, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നു, കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നു. അതിനുശേഷം മാത്രം കുറ്റാരോപിതനാണ് എന്ന് തെളിയുകയില്ല, അതായത് കോടതിയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് SIT അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. അങ്ങനെ കടക്കുകയാണെങ്കിൽ മാത്രമാണ് അറസ്റ്റിലേക്ക് മറ്റും എത്തുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. ഇനിയിപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ജാമ്യത്തിലാണെങ്കിലും കഴിഞ്ഞ ദിവസമടക്കം SITക്ക് മുൻപിൽ ഈഞ്ചക്കലുള്ള SIT ഓഫീസിൽ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ എത്തിയിരുന്നു. പക്ഷേ ഇന്നും സാധാരണ രീതിയിൽ ചൊവ്വയും വെള്ളിയുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഇന്നും, അതായത് അടൂർ പ്രകാശിന്റെ ഒപ്പം ഇവിടെ ഹാജരാകാൻ വേണ്ടി
നിർദ്ദേശം നൽകിയായിരുന്നു. അതിൽ ഒരു വ്യക്തി, അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുക എന്നൊരു നടപടി, അതായത് അതൊരു വളരെ ചടുലമായൊരു നടപടി തന്നെ പറയണം. കാരണം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, വിറ്റവരും വാങ്ങിയവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധം, അതെന്തൊക്കെയാണ്? അത് അവിശുദ്ധമായ ബന്ധമാണോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു ബന്ധമാണോ? ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ, ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ? ഭരണപക്ഷം ആരോപിക്കുന്ന പല കാര്യങ്ങളിലും കോൺഗ്രസ് കൃത്യമായ പ്രതിരോധം തീർക്കുന്നതിൽ വലിയ രീതിയിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിലൊരു കൃത്യമായ ഒരു വിശദീകരണം നൽകാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങുമ്പോഴും അതിനപ്പുറത്തേക്ക് അതൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അടക്കം, അതായത് വരുന്ന നിയമസഭാ ഇലക്ഷനിലടക്കം എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു മുന്നോടിയായുള്ള ഒരു നീക്കം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുക. അടൂർ പ്രകാശ് ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അദ്ദേഹം സംസാരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. പുറത്തുവെച്ച് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും UDF കൺവീനറെ SIT ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 3 മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യൽ പൂർത്തിയായി അടൂർ പ്രകാശ് പുറത്തേക്ക് വരികയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം കാർ നിർത്തി പുറത്തിറങ്ങി സംസാരിക്കാം എന്ന് പറയുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അവിടുത്തെ ട്രാഫിക് ഒക്കെ ചൂണ്ടിക്കാട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മനസ്സിലാകുന്നു. എന്തായാലും മാധ്യമങ്ങൾ അവിടെ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. 3 മണിക്കൂർ SIT എന്തൊക്കെ വിവരങ്ങൾ അടൂർ പ്രകാശിൽ നിന്ന് തേടി, പോറ്റിയുമായി ഒപ്പം ഇരുത്തിയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. അദ്ദേഹം സംസാരിക്കുന്നു, പുറത്തേക്ക് വരുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. 3 മണിക്കൂർ നേരം ആ ചോദ്യം ചെയ്യൽ തുടർന്നു. അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ചോദ്യം ഞാന് ഇന്നലെ ഉപ്ലയിൽ നടന്ന മീറ്റിംഗിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ M. മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ കയറി ഇവിടെ എത്തിയത്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ SITയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു. അവരുമായി സംസാരിച്ചു. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല. അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത്
ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവര് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് തന്റെ ഈ ചാനലില് ഈ പറയുന്ന ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടിയല്ല ഞാൻ പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിൽ ചോദിച്ചായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നു? അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടുമായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ പോറ്റി എസ്റ്റേറ്റ് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണ്. അത് എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി ഇന്നിപ്പോ മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു. ഒരുമിച്ചിരുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി മണ്ഡലത്തിലെ വോട്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അടൂർ പ്രകാശ് പുറത്തു വന്നത്. താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. എല്ലാ ചോദ്യങ്ങൾക്കും തനിക്ക് അറിയാവുന്ന ഉത്തരം നൽകി. തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി എന്നതാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മറുപടി നൽകിയിട്ടുണ്ട്. അത് തൃപ്തികരമാണോ അല്ലയോ എന്ന് പറയേണ്ടത് SIT ആണ്. അതൊക്കെ അവരോട് ചോദിക്കൂ എന്നതാണ് അടൂർ പ്രകാശ് പറയുന്നത്. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, തന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് പറയുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഏതാണ്ട് 3 മണിക്കൂറാണ് SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സമയം അവിടെ വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷേ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് അടൂർ പ്രകാശ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ അക്കാര്യങ്ങൾ ചോദിക്കൂ എന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സാരംഗ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. സാരംഗ്, ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകി എന്നതിനപ്പുറം മറ്റൊന്നും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അടൂർ പ്രകാശിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൃത്യമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചില്ല എന്നത് തന്നെയാണ് വസ്തുത. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. ഒപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുൻപുള്ള ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന ചോദ്യങ്ങൾക്കടക്കം അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒപ്പം എഴുത്തിയല്ല ചോദ്യം ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മാത്രമല്ല ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകി. അതിനപ്പുറത്തേക്ക് തനിക്കൊന്നും അറിയില്ല എന്നത് മാത്രമാണ്. അതായത് വളരെ സംക്ഷിപ്തമായി മാത്രമുള്ള ഒരു മറുപടി മാത്രമാണ്. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന്റെ കാര്യങ്ങളിലേക്കോ പിന്നെ അതിന് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയോ എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്ത് തന്നെയായാലും 3 മണിക്കൂർ, അതായത് 10 മണി തൊട്ടോ ഏകദേശം 1:30 വരെ 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നടപടികൾ നീണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റിലേക്കും മറ്റും കടന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമോ എന്ന കാര്യത്തിലും ചോദ്യം നിലനിൽക്കുകയാണ്. രേണുക,
തീർച്ചയായും എന്തായാലും 3 മണിക്കൂർ നേരം ചോദ്യം ചെയ്യലിന് ശേഷമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ ചൊടിപ്പിച്ച ചോദ്യം ഇനിയും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും SIT ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അല്പം ക്ഷുഭിതനായാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. ആ മാധ്യമപ്രവർത്തകനോട് അല്പം ക്ഷുഭിതമായി പ്രതികരിക്കുന്നത് കണ്ടു. അതിനപ്പുറം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണോ തുടങ്ങിയ ചോദ്യങ്ങളോട് യാതൊരു പ്രതികരണവും അദ്ദേഹം നടത്തിയിട്ടില്ല. നേരത്തെ KC വേണുഗോപാൽ ഉൾപ്പെടെ അത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് മുതിർന്നില്ല എന്ന് വേണം കരുതാൻ. തന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് നീക്കം, താൻ നൽകിയ മറുപടിയിൽ തൃപ്തരാണോ, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതും വ്യക്തമാക്കേണ്ടതും SIT ആണ് എന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ ചോദിക്കൂ എന്ന മറുപടിയാണ് അടൂർ പ്രകാശ് നൽകിയിരിക്കുന്നത്. എന്തായാലും 3 മണിക്കൂറോളമാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് UDF കൺവീനറെ SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. SITയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിർണായകമായിട്ടുള്ള നീക്കം. സാരംഗാണ് അവിടെ നിന്നുമുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്തു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കോഴിക്കോട് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകരാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. കോഴിക്കോടാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ നിരന്തരം കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സ്വർണ്ണക്കൊള്ളയിൽ യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിലെ പ്രത്യേകിച്ചും കോഴിക്കോട് നഗരത്തിലെ വിവിധ പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കുന്നത്. കോഴിക്കോട് ചേവായൂരിലെ അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കേന്ദ്രം രാജ്യത്ത് തന്നെ ആദ്യ കേന്ദ്രമാണ് ഇത്തരത്തിലൊന്നും. അതിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്ത് ചേവായൂരിൽ നിന്നും പിന്നീട് അടുത്തത് ഇക്ര എന്ന സ്വകാര്യ ആശുപത്രിയിലെ ചടങ്ങിനായി പോകുന്ന വഴിയാണ് മലാപ്പറമ്പിൽ വെച്ച് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. ഏതാണ്ട് 5-ന് അടുത്ത് വരുന്ന പ്രവർത്തകരായിരുന്നു കരിങ്കൊടിയുമായി അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി വീഴാൻ ശ്രമിച്ചത്. അപ്പോഴേക്കും പോലീസിന്റെ ഒരു വ്യൂഹം അവിടെ ഉണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയും അവരെ തടഞ്ഞു വയ്ക്കുകയുമായിരുന്നു. പിന്നീട് അവർ അവിടെ നിന്ന് തന്നെ കരിങ്കൊടി വീശി മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം തടസ്സമില്ലാതെ മുന്നോട്ട് കടന്നു പോവുകയും ചെയ്തു. പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് സ്ഥലത്തു നിന്നും മാറ്റി അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. രേണുക. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് നാടകമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിയമം നിയമത്തിന്റെ വഴിക്കെന്ന് നേരത്തെ പറഞ്ഞതാണ്. കേസുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾക്കാർക്കും ജയിലിൽ പോകേണ്ടി വരില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അത് ചോദ്യം ചെയ്തോട്ടെ. ഞങ്ങൾ അതുമൂലേ പറഞ്ഞിട്ടുണ്ടല്ലോ, SIT എന്ന് പറയുന്നത് കേരള പോലീസല്ലേ, ഹൈക്കോടതിയുടെ നിരീക്ഷണമെങ്കിലും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതെന്താ, നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന് ഞങ്ങൾ ആദ്യം മൂലേ പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് ശബരിമലയിലെ സ്വർണം കട്ടതാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം. അവരെ സംരക്ഷിക്കുന്നത് ആരാണെന്നും അറിയാം. ഇത് പുറത്ത് വന്നപ്പോൾ ഈ ജാള്യത മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നാൽ അവസാനം അവർ ഏറ്റവും വലിയ കെണിയിലാണ് പോയി വീഴാൻ പോകുന്നതുള്ളതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമെന്ന് K. സുധാകരൻ. KPCC പ്രസിഡന്റിനെ വരെ ചോദ്യം ചെയ്തേക്കുമെന്നും സുധാകരൻ പരിഹസിച്ചു. പലരും വായിൽ തോന്നിയത് വിളിച്ചു പറയുമെന്നായിരുന്നു പോറ്റിയെ കയറ്റിയത് UDF കാലത്താണെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ K. സുധാകരന്റെ മറുപടി. അതൊക്കെ UDF കൺവീനറെല്ലാം KPCCന്റെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യൂലേ ഒരു കേസ് വന്നാൽ? ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. രാഷ്ട്രീയ പ്രേരിതം ഉണ്ടാവുമല്ലോ, സ്വാഭാവികല്ലേ. അതിപ്പോ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഇതല്ലേ രാഷ്ട്രീയം. എന്നെ ചവിട്ടുക, എന്നെ കൊല്ലാൻ ശ്രമിക്കുക, അതാണ് പൊളിറ്റിക്സ്. എന്നെ ഇല്ലാതാക്കുക, അതാണ് പൊളിറ്റിക്സ്. ഓരോരാളെയും രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യുക, അതാണ് രാഷ്ട്രീയം.
അതുകൊണ്ട് ആ രാഷ്ട്രീയമാണ് ഇവിടെ പ്രതികരിക്കുന്നതും CPM ഇടതുപക്ഷം കൊണ്ടു നടക്കുന്നതും. ഒരു ബൂമറാങ്ങൂല. ഇതിനേക്കാൾ വലുതൊക്കെ നമ്മൾ കണ്ടുവന്നവരാണ്. നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നീതി ഉറപ്പാക്കുമെന്ന് BJP അധ്യക്ഷൻ നിതിൻ നവീൻ. ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയം കളിക്കുന്നു, ഇതിനെതിരെ പോരാടും. വികസനത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്കയെന്നും BJP അധ്യക്ഷൻ പറഞ്ഞു. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ എന്ന ആരോപണവുമായി സ്പാ ഉടമ. ഗുണ്ടാപിരിവ് വിരോധം പോലീസിന്റെ കഥയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഉടമ ആരോപിക്കുന്നു. ക്രൂരമായ പീഡനത്തിന് വിധേയയായതായും നഗ്ന ദൃശ്യം പകർത്തിയതായും അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നു. കേസിൽ പോലീസിലും ആഭ്യന്തരാന്വേഷണം തുടങ്ങി. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം. തിരുവല്ലയിൽ സ്പാ സെന്റർ ജീവനക്കാരി ബലാത്സംഗത്തിനിരയായ കേസിൽ 2 പ്രതികൾ മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. 4 പ്രതികൾ ഒളിവിലാണ്. അവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ നടന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഗുണ്ടാപ്പിരിവിനെ തുടർന്നാണ് ഇത്തരത്തിൽ ജീവനക്കാരിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്തത്, കൂട്ടബലാത്സംഗം ചെയ്തതെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. അതേസമയം അത് പൂർണ്ണമായി സ്ഥാപനത്തിൻ്റെ ഉടമ തള്ളുകയാണ്. പോലീസും ഈ ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. മറ്റ് സമാനമായ തിരുവല്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനത്തിലെ ആളുകളുടെ, അതായത് സമാനമായ ഈ സ്പാ സെൻ്റർ നടത്തുന്ന ആളുകളുടെ കൊട്ടേഷൻ സംഘമാണ് ഇത്തരത്തിൽ ഈ യുവതിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടന്നതെന്നുള്ള കാര്യമാണ് സ്ഥാപനത്തിൻ്റെ ഉടമ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നുണ്ട്. പോലീസും ഈ ഗുണ്ടകളും തമ്മിൽ ഈ അതിജീവിതയെ ആക്രമിച്ച ഗുണ്ടകളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത്. അത് കാരണമായി പറയുന്നത് പല സ്പാ സെൻ്ററുകളും തിരുവല്ലയിലുണ്ടെങ്കിലും അവിടെ കൃത്യമായി ലൈസൻസോടുകൂടി പ്രവർത്തിക്കാത്തവയുണ്ട്. അത്തരം സെൻ്ററുകളുടെ മാസപ്പടി പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങുന്നുണ്ട്. ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സ്പാ സെൻ്ററിൻ്റെ കൊട്ടേഷനാണ് ഈ നിലവിൽ ഈ തിരുവല്ലയിലെ ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററിലെ ജീവനക്കാരിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് ഇതിൻ്റെ ഉടമ കൂടി വ്യക്തമാക്കുന്നത്. ഏതായാലും വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഈ സ്പാ സെൻ്ററിലെ ജീവനക്കാരിയുടെ മൊഴി കൂടി പുറത്തു വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില സംശയം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണത്തിന് പിന്നിൽ ഈ സ്ഥാപനത്തിലുള്ള സഹപ്രവർത്തകരുടെ ഒരു പിന്തുണ കൂടി ഉണ്ടെന്നുള്ള രീതിയിൽ ആണ് അവർ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ഉള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇതിന് പിന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഈ ഗുണ്ടകളുമായി ചില ബന്ധങ്ങളുണ്ടെന്നാണ് നമുക്ക് ഈ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ സംശയിക്കേണ്ടതായി വരുന്നത്. ആഭ്യന്തര തലത്തിൽ ഒരു അന്വേഷണം കൂടി ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. വകുപ്പ് തല നടപടികൾക്ക് ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സ്പാ സെൻ്ററുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ, തിരുവല്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരമായി വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയാൻ കഴിയുന്നു. അതായത് കൃത്യമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകളിൽ നിന്നും മാസപ്പടി ഉദ്യോഗസ്ഥർ വാങ്ങുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം ഇത് ഉണ്ടാകും. ഈ 11ഓളം കാപ്പ കേസിലെ പ്രതിയാണ് ഈ ജീവനക്കാരിയെ ആക്രമിച്ച മരണ സുബിൻ എന്നു പേരുള്ള സുബിൻ അലക്സാണ്ടർ. ഈ അലക്സാണ്ടറിനൊപ്പം എത്തിയ ഒരാൾ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കി 4 പേരും ഇപ്പോഴും ഒളിവിലാണ്. അവരെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് DSP വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ സ്പാ സെൻ്ററുകൾ കേന്ദ്രീകരിച്ചും ചിലപ്പോൾ ഒരുപക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ജീവനക്കാരിയുടെ മൊഴിയും ഒപ്പം മറ്റ് തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നാണ് സ്ഥാപനത്തിൻ്റെ ഉടമ വ്യക്തമാക്കുന്നത്. അതേസമയം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ സ്ഥാപനത്തിലേക്ക് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ഇവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ ഇറക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ നേതാക്കൾ സ്റ്റേഷനിൽ എത്തിയതായും പറയുന്നു. അതിൽ ഭരണകക്ഷിയിലുള്ള നേതാക്കളുണ്ടെന്ന് പറയുന്നു. അത്തരത്തിലുള്ള ആരോപണം കൂടി വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം, അതുപോലെ ഒരു ദുരൂഹതയും ഈ കേസിനുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം.
നടൻ മണിയൻപിള്ള രാജുവിന്റെ വാഹനമിടിച്ച് യുവാക്കൾക്ക് പരിക്കുപറ്റിയ സംഭവത്തിൽ മ്യൂസിയം പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണം അന്വേഷിക്കും. ഡിസിപി വിനോദിന്റെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക. വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് പറഞ്ഞു. അപകട സമയം മണിയൻപിള്ള രാജു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്ന രക്തത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. മണിയൻപിള്ള രാജുവിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ കാലതാമസമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഡിസിപി വിനോദിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നത്. കാരണം ഈ ഒരു അപകടം നടന്നു, 2 തവണ വീട്ടിൽ ചെന്നു, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, താൻ ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു. ആ വാഹനം കണ്ടെത്താനുള്ള കാലതാമസം, ഒപ്പം 12 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് രക്തപരിശോധന അടക്കം നടത്താൻ പോലീസ് തുനിഞ്ഞത്. കാരണം ഇതുകൊണ്ട് തന്നെ ആ ഒരു കാലതാമസം എന്തുകൊണ്ട് എന്നത് പോലീസിലും ഒപ്പം തന്നെ പൊതുമധ്യത്തിലടക്കം ചോദ്യം ഉയർന്നിരുന്നു. അതിലാണിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ആ കാര്യത്തിലടക്കം കൃത്യമായ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ഡിസിപി വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മണിയൻപിള്ള രാജുവിന്റെ അതായത് രക്തപരിശോധന ഫലമടക്കം വരാൻ വൈകും. കാരണം വളരെ വൈകിയാണ് രക്തപരിശോധനയ്ക്കായി പോലീസ് ആശുപത്രിയിലേക്ക് എത്തിച്ചതും അതിന്റെ സാമ്പിൾ അടക്കം എടുത്തത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ഒരു കാലതാമസം ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തിയിട്ട് വേണം ഈ ഒരു രക്തപരിശോധനാ ഫലം പുറത്തുവരാൻ, മദ്യപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരാൻ. മാത്രമല്ല, ഈ ഒരു വാഹനം നിർത്താതെ ഇടിച്ചിട്ടു എന്ന് പറയാൻ കഴിയില്ല എങ്കിലും യുവാക്കൾ ഓടിച്ചിരുന്ന ബൈക്ക് മണിയൻപിള്ള രാജുവിന്റെ വാഹനത്തിൽ ഇടിക്കുന്നു, അവർ റോഡിലേക്ക് തെറിച്ചു വീഴുന്നു. പക്ഷെ അവരവിടെ മണിയൻപിള്ള രാജു വാഹനം നിർത്താതെ പോയി, അത് ചെയ്തത് തെറ്റാണ്. ഒപ്പം മദ്യപിച്ചിട്ടാണോ, കാരണം ഈ അർദ്ധരാത്രി മദ്യപിച്ചുകൊണ്ടാണോ റോഡിലേക്ക് വാഹനം കൊണ്ട് ഇറങ്ങിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ഇതിലെല്ലാം ഈ ഒരു മദ്യപിച്ചിട്ടാണോ പോയത്, മാത്രമല്ല ബന്ധുവീട്ടിലേക്ക് മാറി നിന്നത് മനഃപൂർവ്വമാണോ, പോലീസ് അതിന് മണിയൻപിള്ള രാജുവിന് കൃത്യമായ ഒരു പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മദ്യപിച്ചതിന് കൃത്യമായ ഒരു വിവരം ലഭിക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന, രക്തത്തിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തിയാൽ മാത്രമേ വ്യക്തമാവുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും സമാന്തരമായി പോലീസിന്റെ ആഭ്യന്തര അന്വേഷണവും ഒപ്പം ഈ ഒരു കേസിന്റെ ഒരു വാഹനാപകടത്തിന്റെ കേസ് അന്വേഷണവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഇഡി അന്വേഷണം നേരിടുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ് അധികൃതർ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ധരിപ്പിക്കുവാൻ വേണ്ടിയാണ്. പ്രധാനപ്പെട്ട കാര്യം, തന്ത്രിയുടെ പണം ഞങ്ങളുടെ സ്ഥാപനങ്ങളിലോ ഗ്രൂപ്പിലെ ഒരു സ്ഥലങ്ങളിലോ ഉണ്ടായിരുന്നില്ല. അത് ആരോപണം വ്യാജമാണ്. നിരവധി ഇന്നലെ പത്രത്തിലൊരു വാർത്ത വരികയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇഡിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. സ്വാഭാവികമാണ്, ഇതുപോലൊരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇഡിയും മറ്റുള്ള ഏജൻസികളൊക്കെ അന്വേഷിക്കും. അപ്പോൾ ആ ഇഡിയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ചെയ്തതിന്റെ അവസാന പാരഗ്രാഫിൽ ഈ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് എന്ന് തന്ത്രി പറഞ്ഞു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്ത്രി പറഞ്ഞിരിക്കുന്നു ഈ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് എന്ന്. എനിക്കറിയത്തില്ല, തന്ത്രി അതൊരിക്കലും പറയത്തില്ല എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം എൻ്റെ അടുത്ത് കാശ് ഇട്ടിട്ടില്ല, ഇടാത്ത ഒരാളങ്ങനെ പറയത്തില്ല. അപ്പോൾ ഈ വാർത്ത എങ്ങനെ വന്നു? എന്റെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് എന്നുള്ളത് എങ്ങനെ വന്നു? മറ്റൊരു കാര്യം, ഞങ്ങൾ അന്വേഷണം 2024 മെയ് മാസം 7-ാം തീയതി മുതൽ ഞങ്ങൾ അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവുകളിലെല്ലാം തന്നെ കേരളത്തിലെ പോലീസ് അതോറിറ്റീസ്, ക്രൈംബ്രാഞ്ച് അതോറിറ്റീസ്, ഇവരെല്ലാവരും ഞങ്ങളുടെ എല്ലാ ഓഫീസുകളിലെയും എല്ലാ രേഖകളും വിശദമായി അവർ പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡെപ്പോസിറ്റേഴ്സിന്റെ 100% ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാം അവർ പരിശോധിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു എൻട്രി കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിനോടകമായിട്ട് പറയുമായിരുന്നല്ലോ. ഇപ്പോൾ തന്ത്രി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നതെന്നാണ്. വന്നിട്ടിപ്പോൾ 3 മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇപ്പോഴല്ലേ അവർക്ക് 3 മാസം കഴിഞ്ഞപ്പോഴാണല്ലോ സ്വാഭാവിക ജാമ്യം ലഭിച്ച് അവരൊക്കെ വെളിയിലേക്ക് വരുന്നത്. അപ്പൊ 3 മാസം മുൻപ് നടന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ കാശ് ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് വെളിയിൽ വരുന്നത് ഈ പറഞ്ഞ 2-2.5 മാസങ്ങൾക്ക് മുൻപാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാരും ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ അവർ കണ്ടെത്തിയില്ലേ? പിന്നെ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുവാനായിട്ട് SIT ഉണ്ടല്ലോ. SIT ഇതെല്ലാം എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നവരല്ലേ. അവര് നാളെ വരെ ഞങ്ങളോട് അടുത്ത് ബന്ധപ്പെട്ടിട്ടില്ലല്ലോ.
ഞങ്ങളുടെ ഒരു ഓഫീസിലും അവർ വരികയോ പോവുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് തന്ത്രി പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുക? തന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ത്രി ആ രേഖകൾ കാണിക്കട്ടെ. ഞങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ രേഖകൾ തന്ത്രി കാണിക്കട്ടെ. ഈ നമ്മൾ പറയുമല്ലോ, ഈ മറ്റേ എന്താ പറയുന്നത്, ആകാശത്ത് നിന്ന് കാര്യങ്ങൾ പറയുന്നത് പോലെ തന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു തന്ത്രി അങ്ങനെ പറഞ്ഞു കാണാൻ വഴിയില്ല. കാരണം അതിൽ അങ്ങനെ ഇല്ലല്ലോ. 2, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഞാനും തന്ത്രിയും തമ്മിൽ ഈ പ്രായത്തിന്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അദ്ദേഹം ചെങ്ങന്നൂരാണ് താമസിക്കുന്നത്, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ വീടൊക്കെ എനിക്കറിയാം. ഞാൻ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ പ്രായത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ ആരുമായിട്ടും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഇല്ല. ഉദയഭാനുവാണ്. അതെ. ഞാൻ ജില്ലാ പ്രസിഡന്റുമായിരുന്നു. അതിനുശേഷം ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ട്രഷററുമായിരുന്നു. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഉദയഭാനു ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉദയഭാനു ചെയ്തത് എന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ജോസ് കെ മാണി ഇങ്ങനെയുള്ള ഗൂഢാലോചനകളിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. അതെ, നല്ല അടുപ്പമായിരുന്നു എന്നല്ല, ഇപ്പോഴും നല്ല അടുപ്പമുണ്ട്. അതാ പറഞ്ഞ അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിപരമായിരിക്കുന്ന താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഈ ആരോപണം ഉദയഭാനു ഉന്നയിച്ചതിന് ശേഷം ഞാൻ ഉദയഭാനുവിനെ വിളിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. കാരണം ഞാൻ അന്നൊക്കെ ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു ഉണ്ടല്ലോ, പലവിധമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെ അങ്ങ് വന്നു പോകുമായിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്നലെ ഇഡിയുടെ അന്വേഷണം ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് തന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത, ഒരു ഒറ്റ വാക്ക്, തന്ത്രി പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന, ഈ പത്രക്കാരായിരിക്കുന്ന നിങ്ങൾക്ക് തന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്ന് കിട്ടി? അതൊക്കെയുണ്ട്. ശരിയാണ്. അതിന് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ അവർ നെടുമ്പറമ്പിൽ ഫിനാൻസ് അധികൃതർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തന്ത്രിയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് പറയുന്നത്. പോറ്റിയുടെ പണവും തങ്ങളുടെ സ്ഥാപനത്തിൽ എത്തിയിട്ടില്ല എന്നതാണ് അവർ വിശദീകരിക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കൊച്ചിയിലെത്തും. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് സംഘം എത്തുന്നത്. റോയിയുടെ മരണത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകും വരെ ഭാര്യയും മക്കളും ബംഗളൂരുവിൽ തുടരണമെന്ന് SIT നിർദ്ദേശിച്ചിട്ടുണ്ട്. റോയിയുടെ മകന്റെ മൊഴിയിൽ അവ്യക്തത തുടരുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ മതിയായ രേഖകൾ ഹാജരാക്കാനും SIT നിർദ്ദേശിച്ചു. CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനകളും അതോടൊപ്പം തന്നെ മൊഴിയെടുപ്പും അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. കൊച്ചിയിൽ വൈകാതെ തന്നെ ആ സംഘം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലെ ആസ്ഥാനത്ത്, കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്തടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. ഇവിടെയുള്ള ജീവനക്കാരിൽ നിന്നടക്കം മൊഴിയെടുപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന തുടങ്ങിയത് കൊച്ചിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. പിന്നീടാണ് ബംഗളൂരുവിലേക്ക് ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഏത് രീതിയിലുള്ള ഇടപാടുകളിലാണ് കൂടുതൽ പരിശോധനകൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തേടും. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബംഗളൂരുവിലുള്ള റോയിയുടെ കുടുംബത്തോട് അവിടെ വിടരുത്, കാരണം ഇനിയും വിശദാംശങ്ങൾ അറിയാനുണ്ട് എന്നത് അന്വേഷണ സംഘം അവരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ബംഗളൂരുവിൽ തന്നെ തുടരാനാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെയാണ് ഈ റോയിയുടെ മകനിൽ നിന്ന് ഈ ബിസിനസ്
ബിസിനസ് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ ചില വിവരങ്ങൾ അന്വേഷണ സംഘവും മറ്റും ആരാഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങളും ലഭ്യമാകാനുണ്ട്. കുറേ കൂടി വിശദാംശങ്ങൾ ഹാജരാക്കണം എന്ന ആവശ്യവും അവർക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനകൾ എങ്ങനെയുള്ളതായിരുന്നു, ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഒപ്പം ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ റോയിയുടെ കുടുംബം ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ അതൊരു പരാതിയായി ഇതുവരെയും നൽകിയിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിനോ ആർക്കും തന്നെ പരാതിയായി നൽകിയിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ അങ്ങനെയൊരു പരാതി ഉണ്ടെങ്കിൽ അത് നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ രീതിയിലുള്ള ഒരന്വേഷണത്തിലേക്കും കടന്നു പോകും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച്, ഇൻ്റർനെറ്റ് കോളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അവസാന ഘട്ടത്തിൽ ആരായിരുന്നു വിളിച്ചിരുന്നത്, ഇവരുടെ ഫോൺ കോളുകൾ എന്തായിരുന്നു, ഒപ്പം തന്നെ നിക്ഷേപകർ ആരായിരുന്നു എന്നതിൽ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പലരും സിനിമാ മേഖലയിലുള്ള പലരും തന്നെയും നിക്ഷേപകരായിട്ടുണ്ടായിരുന്നു. ചിലർ നിക്ഷേപം തിരികെ ചോദിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നത് പലയിടങ്ങളിലും തന്നെ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അടക്കം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായൊരു അന്വേഷണം തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടു. അമേരിക്കയിൽ നിന്നുള്ള ചോളം, നിലക്കടല, ബദാം, സോയാബീൻ എണ്ണ തുടങ്ങിയവയ്ക്ക് നികുതി ഇളവ് ലഭിക്കും. ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അധിക തീരുവ 25% നിന്ന് 18% കുറച്ചത് ടെക്സ്റ്റൈൽസ്, തുകൽ തുടങ്ങിയ മേഖലകൾക്ക് ഗുണം ചെയ്യും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ചുമത്തിയ തീരുവ പൂർണ്ണമായി ഒഴിവാക്കിയുള്ള ഔദ്യോഗിക ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തി US-ൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ US വ്യാപാര കരാറിൽ ധാരണയിലെത്തുമ്പോൾ രണ്ട് കാര്യങ്ങളിലായിരുന്നു ആകാംക്ഷയും ആശങ്കയും. കാർഷിക ക്ഷീരമേഖല അമേരിക്കയ്ക്ക് തുറന്നു നൽകുമോ? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന അമേരിക്കയുടെ അവകാശവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ത്? ആദ്യം വൈറ്റ് ഹൌസും പിന്നാലെ PIBയും പങ്കുവച്ച സംയുക്ത പ്രസ്താവനയിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. US-ൽ നിന്നുള്ള ചുവന്ന ചോളം, നിലക്കടല, ബദാം, പഴവർഗ്ഗങ്ങൾ, സോയാബീൻ ഓയിൽ, വൈൻ, സ്പിരിറ്റ് എന്നിവയുൾപ്പെടെയുള്ള ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% താരിഫ് ബാധകമാക്കും. പിഴത്തീരുവ അടക്കം നേരത്തെ ഇത് 50%. തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്കുകളും റബ്ബറും, വീട്ടുപകരണങ്ങൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായാൽ ജനറിക് മരുന്നുകൾ, വജ്രം, വിമാനഭാഗങ്ങൾ എന്നിവയുടെ കയറ്റുമതി തീരുവയും നീക്കും. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യും. ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുള്ള മേഖലകളിൽ മുൻഗണനാടിസ്ഥാനത്തിൽ വിപണി സൗകര്യമൊരുക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. സംയുക്ത പ്രസ്താവന പുറത്തുവന്നതിനു പിന്നാലെ ഇറക്കുമതിയിൽ നിന്ന് സംരക്ഷണമുള്ള ഉൽപ്പന്നങ്ങളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. തേയില, ഓറഞ്ച്, മാങ്ങ, പ്ലം, വാഴപ്പഴം എന്നിവയ്ക്കുള്ള ഇറക്കുമതി നിയന്ത്രണം തുടരും. ഉള്ളിക്ക് സംരക്ഷണമുണ്ടാകും. അരി, ഗോതമ്പ്, മൈദ, കൊപ്ര, ചോളം എന്നിവയ്ക്ക് നികുതി ഇളവില്ല. വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, കടല, ബീൻസ് തുടങ്ങിയവയ്ക്കും സംരക്ഷണമുണ്ട്. എന്നാൽ ആപ്പിളിന്റെയും തണ്ണിമത്തന്റെയും കാര്യം പരാമർശിക്കുന്നില്ല. സോയാബീന് ഇറക്കുമതിക്ക് നിയന്ത്രണം ഉണ്ടെങ്കിലും സോയാബീൻ എണ്ണ ഇറക്കുമതി ചെയ്യും. പാൽപ്പൊടി, തൈര്, ബട്ടർ മിൽക്ക്, വെണ്ണ, നെയ്യ്, ചീസ്, പനീർ തുടങ്ങിയ പാലുൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യില്ല. കരാറിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഇന്ത്യയിലെ കഠിനാധ്വാനികളായ കർഷകർ, സംരംഭകർ, ചെറുകിട ഇടത്തരം മേഖലകൾ എന്നിവയ്ക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതാണ് കരാറെന്നും പ്രധാനമന്ത്രി. സംയുക്ത പ്രസ്താവനയിൽ ഇല്ലെങ്കിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന 25% അധിക പിഴത്തീരുവ റദ്ദാക്കിയതായി വൈറ്റ് ഹൌസ് ഉത്തരവിലൂടെ അറിയിച്ചു. എണ്ണ വാങ്ങുന്നതൊഴിവാക്കി പകരം അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതായി ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചാൽ തീരുവ പുനഃസ്ഥാപിക്കുമെന്നും ഉത്തരവിൽ മുന്നറിയിപ്പുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. 2 ദിവസത്തെ മലേഷ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. ഇന്ത്യൻ സമയം വൈകിട്ട് 5-ന് പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകും. ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന സ്വീകരണത്തിൽ മോദി പങ്കെടുക്കും. നാളെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മോദി കൂടിക്കാഴ്ച നടത്തും.
ഇന്ത്യയ്ക്കും മലേഷ്യയ്ക്കുമിടയിൽ വ്യാപാര ബന്ധം ശക്തമാക്കാനും ചർച്ചകളിൽ ഊന്നൽ നൽകും. RSS ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ചൊല്ലി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ വാക്പോര്. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെള്ളപൂശാൻ VD സതീശൻ ശ്രമിക്കുന്നുവെന്നും കോലീബിക്ക് പുറമെ ജമാഅത്തെ ഇസ്ലാമിയും സഖ്യത്തിലുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയല്ലെന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ന്യായീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. ഒപ്പം ഇപ്പോഴും ലീഗും ആ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. മുമ്പ് കോലീബി സഖ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ കോലീബി സഖ്യത്തിൻ്റെ പുറമെ ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യം എന്നുള്ളതാണ് പുതിയ അവരുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ കേരളത്തെ ഇല്ലാതാക്കാനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത്. ആ വർഗീയവാദികൾ അപ്പുറം ഇപ്പുറം നിന്ന് പരസ്പരം കൂട്ടിച്ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനാണ് ഇപ്പോൾ UDF ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. എന്നാൽ MV ഗോവിന്ദൻ വർഗീയത പഠിപ്പിക്കാൻ വരേണ്ടെന്നും CPM ആണ് വർഗീയത വളർത്തുന്നതെന്നും സതീശൻ തിരിച്ചടിച്ചു. ഗോവിന്ദൻ മാഷിന് മറവി രോഗമുണ്ട്. മറവി രോഗം 42 വർഷക്കാലം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. ഞങ്ങൾക്ക് അവർ പുറത്തു നിന്നൊരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് അവർ വർഗീയവാദികളാവുന്നത്? അതേവരെ 42 കൊല്ലക്കാലം മതേതരവാദികളായിരുന്നു അവർ. ഇപ്പോൾ വർഗീയവാദികൾ. ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങിപ്പോയ ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇവർ നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ വന്നത്. ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ പറഞ്ഞത് ഇരട്ടത്താപ്പാണ്. CPMന് ഇരട്ടത്താപ്പാണ്. പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം, പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം, രണ്ടു കൂട്ടരും ഇല്ലാതായി. ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ്. അതുകൊണ്ട് എന്താ പറയണത്, എന്താ പ്രവർത്തിക്കുന്നത്, പണ്ട് പറഞ്ഞതൊക്കെ മറക്കാം, അല്ലെങ്കിൽ മറന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യാം. ഇന്നലെ യാത്രയ്ക്ക് മുന്നോടിയായി കാസർഗോഡ് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്നും പിന്തുണയിൽ എന്താണ് തെറ്റെന്നും VD സതീശൻ ആവർത്തിച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രമേയവുമായി സമസ്ത സമ്മേളനം. കാസർഗോഡ് നടക്കുന്ന 100ാം വാർഷിക സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. രാഷ്ട്രീയ ഇസ്ലാം അതീവ അപകടകരമായ ആശയമാണ്. മൗദൂദിയുടെ ചിന്താഗതികൾ മുസ്ലിം യുവാക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കുന്നതായും പ്രമേയം കുറ്റപ്പെടുത്തി. പാൻ ഇസ്ലാമിക് തീവ്ര ചിന്താഗതികൾക്കെതിരെ സമുദായം ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം വിഘടനവാദങ്ങളെ ശക്തമായി പ്രതിരോധിക്കണമെന്നും പ്രമേയം ആഹ്വാനം ചെയ്തു. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. നാം കാത്തിരുന്ന സമസ്ത BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം. തൃശൂർ ഒല്ലൂർക്കരയിൽ 164-ാം നമ്പർ ബൂത്തിൽ ചുവരെഴുതിയാണ് ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ പ്രചാരണത്തിന് തുടക്കമിട്ടത്. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നിവയിലൂന്നിയാണ് പ്രചാരണം. തിരുവനന്തപുരത്ത് ഭൂരിഭാഗം സീറ്റുകളിലും സിറ്റിംഗ് MLA-മാരെ തന്നെ CPM മത്സരിപ്പിക്കും. വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, CK ഹരീന്ദ്രൻ, BK പ്രശാന്ത്, KA ആൻസലൻ, IB സതീഷ്, DK മുരളി എന്നിവർ വീണ്ടും മത്സരിക്കും. നെടുമങ്ങാട് CPI സ്ഥാനാർത്ഥി GR അനിൽ തന്നെയാകും. ചിറയൻകീഴ് V ശശിക്ക് പകരം സംസ്ഥാന കൌൺസിൽ അംഗം മനോജ് V ഇടമന സ്ഥാനാർത്ഥിയായേക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ തിരുവനന്തപുരം സെൻട്രൽ CPM ഏറ്റെടുക്കുന്നതിലും ചർച്ച തുടരുകയാണ്. 2021 വലിയ ഭൂരിപക്ഷത്തോടുകൂടി സംസ്ഥാന ഭരണം നിലനിർത്തിയപ്പോൾ തിരുവനന്തപുരം ജില്ല അതിൽ പ്രധാനപ്പെട്ട പങ്ക് ഇടതുമുന്നണിക്ക് വേണ്ടി വഹിച്ചിരുന്നു. 13 സീറ്റുകളും തിരുവനന്തപുരം ജില്ലയിലെ 13 സീറ്റുകളും ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി. കോവളം മാത്രമാണ് അന്ന് കൈവിട്ടത്. ഇത്തവണ 2 ടേം നിബന്ധന CPM ഒഴിവാക്കുമെന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗവും മത്സരിക്കും. വിജയസാധ്യതയുള്ള ചില സ്ഥാനാർത്ഥികളെ കൂടി കൂടുതൽ പരിഗണിക്കുന്നുമുണ്ട്. നേമത്ത് മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇത്തവണയും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിനെ
ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് അല്ലാതെ മറ്റൊരു പേര് CPM-ന് പരിഗണിക്കാൻ പോലുമില്ല. വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് എന്നാൽ ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് CPM നേതൃത്വം. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാകും സ്ഥാനാർത്ഥി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യം മൊഴിയെടുക്കാൻ വിളിച്ചതുമൊക്കെ കടകംപള്ളിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന തരത്തിലുള്ള സൂചന ഉണ്ടായത്. പക്ഷേ CPM ഇപ്പോൾ പരിഗണിക്കുന്നത് കടകംപള്ളിയെ തന്നെയാണ്. കടകംപള്ളി മത്സരിച്ചാൽ മാത്രമേ ആ സീറ്റ് നിലനിർത്താൻ കഴിയൂ. പ്രത്യേകിച്ചും BJP-യിൽ നടക്കം ശക്തമായ വെല്ലുവിളി കഴക്കൂട്ടത്ത് CPM-ന് ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വരുമെന്ന ഉറപ്പാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ കടകംപള്ളി മാറിയാൽ അവിടെ ജില്ലാ കമ്മിറ്റി അംഗവും പേട്ട കൗൺസിലർ കൂടിയായ SP ദീപകിനെ പോലുള്ള പേരുകളും CPM പരിഗണിച്ചേക്കും. കോവളത്ത് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുന്ന സീറ്റായ CPM കഴിഞ്ഞ തവണയും കണക്കുകൂട്ടിയതാണ്. അവിടെ ഭഗത് റൂഫസ്, TN സുരേഷ് തുടങ്ങിയ 2 പേരുകളാണ് CPM ഇടതുമുന്നണി പരിഗണിക്കുന്നത്. ജനതാദളിൻ്റെ സീറ്റാണ് അവിടെ. ഈ 2 നേതാക്കളും RJD-യിലുള്ളതാണെങ്കിൽ പോലും അവരെ പാർട്ടി മാറി ഇവരൊരാളെങ്കിലും പാർട്ടി മാറി ജനതാദൾ സെക്യുലറിലേക്ക് വരികയും അവരെ മത്സരിപ്പിക്കാനുള്ള ശ്രമമാണ് ജനതാദൾ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ ആ സീറ്റ് വിജയിക്കാനാകുമെന്ന് ജനതാദൾ കരുതുന്നു. അല്ലെങ്കിൽ CPM-നും ആ സീറ്റ് നോട്ടമുള്ള ഒരു സീറ്റാണ്. പാറശാലയിൽ CK ഹരിതൻ തന്നെ വീണ്ടും മത്സരിക്കും. അദ്ദേഹം 2 തവണയും മികച്ച ഭൂരിപക്ഷം ജയിച്ച നേതാവാണ്. നെയ്യാറ്റിൻകര K ആൻസറിൻ്റെ പേര് തന്നെയാണ് ഇപ്പോഴും സജീവമായി പരിഗണിക്കുന്നത്. അദ്ദേഹവും അവിടെ ജനകീയനായ MLA എന്ന് പേരുകെട്ട ആളാണ്. ഹരീന്ദ്രൻ ആൻസരൻ മാറേണ്ടി വന്നാൽ അവിടെ ബെൻ ഡാർവിൻ എന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തെ CPM ആലോചിച്ചേക്കും. കാട്ടക്കടയിൽ 2 തവണ വലിയ ഭൂരിപക്ഷം ജയിച്ചു. ആദ്യ തവണ 800 പരം വോട്ടിന് മാത്രം ജയിച്ച് പിന്നീട് ആ ഭൂരിപക്ഷം ഏതാണ്ട് 3 ഇരട്ടിയോളം ഉയർത്തിയ IB സതീഷ് തന്നെ വീണ്ടും കാട്ടാക്കടയിൽ മത്സരിക്കും. നെടുമങ്ങാട് മന്ത്രി GR അനിൽ തന്നെ CPM-യുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം ആദ്യ തവണ തന്നെ വലിയ ഭൂരിപക്ഷം വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്ത ആളാണ്. അരുവിക്കരയിൽ G സ്റ്റീഫൻ കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത സീറ്റാണ്. ഇത്തവണ അരുവിക്കര നിലനിർത്തണമെങ്കിൽ സ്റ്റീഫൻ തന്നെ വേണമെന്ന അഭിപ്രായമാണ് CPM-നുള്ളത്. അവിടെ സ്റ്റീഫനെ തന്നെ വീണ്ടും ഒരു തവണ കൂടി രംഗത്തിറക്കുമെന്ന് ഉറപ്പാണ്. വാമനപുരത്ത് DK മുരളി 2 തവണ വിജയിച്ച നേതാവാണ്. സംസ്ഥാന സമിതി അംഗമാണ്. DK മുരളി വീണ്ടും വാമനപുരത്ത് മത്സരിപ്പിക്കാനാണ് CPM ആലോചിക്കുന്നത്. വർക്കലയിൽ ജില്ലാ സെക്രട്ടറി കൂടിയ V ജോയിക്കാണ് സാധ്യത കൂടുതൽ. ജില്ലാ സെക്രട്ടറിമാർ സാധാരണ മത്സരിക്കാറില്ലെങ്കിലും വർക്കല നിലനിർത്തണമെങ്കിൽ ജോയിയുടെ സാധ്യത തന്നെ വേണമെന്നാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം കരുതുന്നത്. ആറ്റിങ്ങലിൽ OS അംബിക ഒരു തവണ മാത്രം MLA ആളാണ്. പക്ഷേ അവിടെ ഒരുപക്ഷെ അംബികയെ മാറ്റിയേക്കാം. അംബികയെ മാറ്റിയാൽ അവിടെ B സത്യൻ എന്ന മുൻ MLA പരിഗണിക്കാനാണ് സാധ്യത. PK ബിജു എന്ന CPM സംസ്ഥാന സെക്രട്ടറി അംഗത്തെ പേരും അവിടെ പരിഗണനയിലുണ്ടെങ്കിൽ പോലും അംബിക മാറിയാൽ സത്യൻ്റെ പേരിനാകും അവിടെ അടുത്ത പരിഗണന ലഭിക്കുക. ചിറയൻകീഴിൽ 3 തവണ തുടർച്ചയായി ജയിച്ച മുൻ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ V ശശിയാണ് CPI-യുടെ നിലവിലെ MLA. പക്ഷേ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി നൽകാൻ സാധ്യത കുറവാണ്. മനോജ് B ഇടമന എന്ന CPI-യുടെ സംസ്ഥാന കൗൺസിൽ അംഗം, അദ്ദേഹം കഴിഞ്ഞ തവണയും അവിടെ പരിഗണിക്കപ്പെട്ട നേതാവാണ്. ഇത്തവണ മനോജ് തന്നെ അവിടെ മത്സരിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം മണ്ഡലത്തിലെ കാര്യത്തിലാണ് ഇടതുമുന്നണി ഒരു അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും ഉള്ളത്. അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസ് സീറ്റാണ്. ആന്റണി രാജു വ്യാജ തൊണ്ടി മുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട അയോഗ്യരായിരിക്കുന്നു. അവിടെ ആ സീറ്റ് CPM ഏറ്റെടുക്കാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ CPM ഇതുവരെ അവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ അത് കേരള കോൺഗ്രസ് എമ്മും ആ സീറ്റ് ആവശ്യപ്പെടുന്നു. അതിലൊരു ചർച്ച ഇതിനകം CPM-ലോ ഇടതുമുന്നണിയോ തുടങ്ങിയിട്ടില്ല. ഏതായാലും ആ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അനിശ്ചിതത്വമുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ നിലവിലെ 13 സീറ്റ് നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് CPM-നും ഇടതുമുന്നണിക്കും മുന്നിലുള്ളത്. സംസ്ഥാന ഭരണം നിലനിർത്താൻ അത് ഏറ്റവും അനിവാര്യമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. AICC-യുടെ വ്യാജ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ വിവാദം. സ്ഥാനാർത്ഥി മോഹികളായ തലസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് സംശയത്തിലാണ്. വ്യാജ പട്ടികയിൽ KPCC അന്വേഷണം തുടങ്ങി. സംഭവം ഗൌരവത്തോടെയാണ് AICC-യും കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറങ്ങിയേക്കും. സിറ്റിംഗ് മണ്ഡലങ്ങളിലെയും സംവരണ സീറ്റുകളിലെയും പട്ടികയാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക. മത്സരിക്കാൻ 3 MP-മാർക്ക് ഇളവ് നൽകിയേക്കും. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിൽ ഇവരുടെ പേരുകളുണ്ട്. K സുധാകരൻ, അടൂർ പ്രകാശ്, MK രാഘവൻ എന്നിവരുടെ പേരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലുള്ളത്. അതേസമയം ഇവർ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാകും അന്തിമ തീരുമാനം എടുക്കുക. കേരള കോൺഗ്രസിനെ വീണ്ടും LDF-ലേക്ക് ക്ഷണിച്ച് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. തറവാട്ടിലേക്ക് ക്ഷണിക്കുന്നത് പോലെയാണ് ജോസഫ് വിഭാഗത്തെ വിളിച്ചതെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. എന്നാൽ ക്ഷണം നിരസിച്ച കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോസഫ് തറവാട് ജോസഫ് ഗ്രൂപ്പാണെന്ന് വ്യക്തമാക്കി. ജോസ് കെ മാണിയുടെ നിലപാടിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിന്തുണച്ചു. ജോസ് കെ മാണിയുടെ യാത്ര ആരംഭിക്കുന്നതിന് മുൻപാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം ആദ്യം നടത്തിയത്. പക്ഷെ അങ്ങനെ ഒരു പ്രതികരണത്തിൽ ചിലപ്പോൾ ഒരു ചോദ്യത്തിന് മറുപടിയായി മാത്രം പറഞ്ഞതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് വീണ്ടും ജോസ് കെ മാണി ജോസഫിനെ ഫലത്തിൽ വീണ്ടും ക്ഷണിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. അതായത് തറവാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് പ്രതികരണം നടത്തിയത്. ജോസ് കെ മാണിയുടെ ഈ ഒരു ക്ഷണത്തെ ഫലത്തിൽ ഇന്നലെ തന്നെ PJ ജോസഫ് വിഭാഗം തള്ളിയിരുന്നു. ഇന്ന് അബു ജോസഫും അത് സമാനമായി ആവർത്തിക്കുകയാണ് ചെയ്തത്. അതായത്
അബു ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു തമാശയായിട്ടാണ് കാണുന്നത്. ഫലത്തിൽ യഥാർത്ഥ തറവാട് തങ്ങളുടേതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഒരു മറുപടി നൽകുകയാണ് അബു ജോസഫ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അതായത് യഥാർത്ഥ ഇത് ഇനിയിപ്പോൾ തറവാട് ഏത് എന്നൊരു തർക്കത്തിലേക്ക് ഫലത്തിൽ ഇത് പോവുകയാണ്. ഒരു തമാശ പറഞ്ഞു, തറവാട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ, അന്നും കേരള കോൺഗ്രസ് നമ്മൾ തന്നെയായിരുന്നു. ആ തറവാട്ടിലേക്ക് ഇത് ലയിച്ചപ്പോൾ അതിന്റെ ആ ബ്രണ്ട് മുഴുവൻ, അതിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ആഘാതം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വന്നത് ജോസഫ് വിഭാഗത്തിന് തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ. കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി നൽകിയത്. സോളാർ പരാതിയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തത് ഗൂഢാലോചന എന്ന പരാതിയിലാണ് മൊഴി. 2011 മുതൽ 13 വരെ ഗണേഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു സുധീർ മലയിൽ. പത്തനാപുരത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര കോടതിയിലുണ്ടായത്. സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. സോളാർ കേസ് വീണ്ടും ഇലക്ഷനിൽ ചർച്ചയാവുകയാണ്. അന്ന് ഗണേഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുധീർ മലയിലാണ് ഒരു നിർണായക വിധി കോടതിയിൽ നൽകിയത്. സുധീർ മലയിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തിരക്കാം. സുധീർ, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ കൊഴുക്കുകയാണ്. എന്താണ് കോടതിയിൽ ഇപ്പോൾ നമ്മൾ നൽകേണ്ടതായ ഒരു മൊഴിയുടെ സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ ഈ മൊഴി നൽകിയതല്ല, അതായത് 2021 കൊട്ടാരക്കര കോടതിയിൽ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. അതായത് ഈ സോളാർ ഗൂഢാലോചന കേസിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ലൈംഗിക ആരോപണ കേസിൽ പെടുത്തിയത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള മൊഴികളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അത് സത്യമായി തന്നെ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ചിലതൊക്കെ നമ്മളോട് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ സമർത്ഥിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കൊട്ടാരക്കര കോടതിയിൽ 18 പേജുള്ള ഒരു പരാതി എങ്ങനെ 24 പേജായി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് നിലനിന്നത്. ആ അഡീഷണൽ പേജ് വന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണോ കോടതിയിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്നത്? അഡീഷണൽ പേജ് വന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അതായത് രണ്ടാമത് ഇതിനകത്ത് എഴുതി ചേർക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് എൻ്റെ ഭാഗം ഞാൻ കോടതിയിൽ പറഞ്ഞത്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് നൽകിയിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗൂഢാലോചനയുടെ സത്യം ചുരുളഴിച്ച് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന സത്യങ്ങൾ മൊഴിയായി ഞാൻ കോടതിയിൽ കൊടുത്തിരിക്കുന്നതുമാണ്. വയനാട്ടിൽ കർഷകരെ വഞ്ചിക്കുന്ന സംഭരണ ഏജൻസികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വയനാട് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ കൊല്ലിവയൽ പാടശേഖരത്തെ കർഷകരാണ് നെല്ല് സംഭരിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. 1 ക്വിന്റൽ നെല്ലിന് 23 കിലോ വരെ കിഴിവ് ചോദിക്കുന്ന മില്ലുകാരുടെ നടപടി തങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നതാണെന്ന് കർഷകർ പറയുന്നു. തൂക്കത്തിൽ കുറവ് രേഖപ്പെടുത്തിയും കർഷകരെ വഞ്ചിക്കുന്നതായി പരാതിയുണ്ട്. വിളഞ്ഞുകിടക്കുന്ന സ്വർണ്ണക്കതിരുകൾ കർഷകന് ഇന്ന് ആദിയാണ്. മാസങ്ങളോളം മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയ വിളവ് വിൽക്കാനാകാതെ വീടിന്റെ ഉമ്മറത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് വയനാട് കണിയാമ്പറ്റയിലെ ഈ കർഷകർ. കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കൃഷിയിറക്കിയ കൊല്ലിവയൽ പാടശേഖര സമിതിയിലെ കർഷകരോടാണ് സപ്ലൈകോയുടെ ഏജന്റുമാരായ സ്വകാര്യ മില്ലുകൾ ഈ ക്രൂരത കാണിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന ഈ അവഗണന ഇത്തവണ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. നെല്ല് ഈർപ്പത്തിന്റെ പ്രശ്നം വെച്ചിട്ടാണ് ഇപ്പോൾ കർഷകരെ ഇട്ടിട്ട് വല്ലാതെ ചൂഷണം ചെയ്യുന്നത്. ഈർപ്പം ഒരു 2%, 3% ഈർപ്പമുള്ള നെല്ല് 8%ഒക്കെയാണ് അവർ ഈർപ്പത്തിൻ്റെ പേര് പറഞ്ഞ് കുറയ്ക്കുന്നത്. അവർ പറയുന്നത് ഈർപ്പമുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നെല്ലിന് ഈർപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമതിപ്പം ചാക്ക് നിറച്ച നെല്ല് ചാക്ക് പൊട്ടിച്ചിട്ട് ഉണക്കി ഞങ്ങൾ ചാക്കാക്കി വെച്ചിരിക്കുകയാണ്. 28% കുറയ്ക്കണ നെല്ലാണ് ഇപ്പോൾ രണ്ടാമത് അവർ ഞങ്ങളെ കൊണ്ട് ഉണപ്പിച്ചത്. 28% എന്ന് പറയുമ്പോൾ അവരുടെ മിഷൻ കംപ്ലൈൻ്റ് ആണെന്ന് ഇപ്പോൾ ഞങ്ങൾ കർഷകർ കേൾക്കുന്നു. അവരുടെ മിഷൻ്റെ കംപ്ലൈൻറ്റ് ഞങ്ങൾ കർഷകർ ഉത്തരവാദിയാണ്. പരിശോധനയ്ക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ നിരത്തുന്ന ന്യായങ്ങൾ കേട്ട് പകച്ചു നിൽക്കുകയാണ് കർഷകർ. പൊന്മണി എന്ന വെള്ളനെല്ല് നൽകുന്നവരാണ് ഈ ചൂഷണത്തിന് ഇരയാകുന്നത്. 1 ക്വിന്റൽ നെല്ല് നൽകിയാൽ അതിൽ 23 കിലോയുടെ വില കുറയ്ക്കുമെന്നാണ് മില്ലുകാരുടെ വാദം. കഴിഞ്ഞ തവണ വെറും 4 കിലോ മാത്രം കുറച്ചെടുത്താണ് ഇത്തവണ ഈ പകൽക്കൊള്ള നടക്കുന്നത്. കർഷകനെ വെറും വിഡ്ഢിയാക്കുന്ന ഈ സമീപനത്തിന് പിന്നിലെ ചേതോവികാരം എന്താണെന്ന് കൃഷി വകുപ്പ് വ്യക്തമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നെല്ല് എടുക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇതിപ്പോൾ വെള്ളനെല്ലാണ് നമ്മുടേത്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് 23 ഈർപ്പം കാണിക്കുന്നത്, അതുകൊണ്ട് നെല്ലെടുക്കാൻ പറ്റില്ല. സിമൻ്റ് ഇട്ട കളത്തിൽ കാലും കൊണ്ട് ചിക്കി ഉണക്കുവാണെങ്കിൽ നെല്ലെടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. അതുപ്രകാരം
പണിക്കാരെ വിളിച്ച് 100 ചാക്ക് നെല്ല് ടാർപ്പായിൻ്റെ മേലെ ഈ കളത്തിലിട്ട് ഉണക്കി ഇപ്പം ചാക്കാക്കി വെച്ചപ്പം അവർ പറയുന്നത് അവരുടെ മിഷൻ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് പഴയ ഈർപ്പത്തിൽ തന്നെ 23 കട്ടിങ് വെച്ചിട്ട് നെല്ലെടുക്കാമെന്നാണ്. അതായത് 100 കിലോയിൽ 23 കിലോ കട്ട് ചെയ്തിട്ട് അവർ വേണമെങ്കിൽ എടുക്കാമെന്ന്. വീടുകളിലും പാടശേഖരത്തിന് സമീപത്തെ ഷെഡുകളിലുമായി ടൺ കണക്കിന് നെല്ലാണ് നശിക്കുന്നത്. സ്വകാര്യ മില്ലുകാരുടെ ലാഭത്തിനു വേണ്ടി കർഷകരെ വഞ്ചിക്കുന്ന നിലപാട് തുടർന്നാൽ നെല്ലുമായി കൃഷിഭവന് മുന്നിൽ സമരം തുടങ്ങാനാണ് പാടശേഖര സമിതിയുടെ തീരുമാനം. മണ്ണറിഞ്ഞ് പണിയെടുക്കുന്നവന്റെ കണ്ണീരിന് എന്ത് വിലയാണ് അധികൃതർ കൽപ്പിക്കുന്നത് എന്നാണ് കൊല്ലിവയലിലെ ഈ കർഷകർ ചോദിക്കുന്നത്. രൂക്ഷമായ വന്യമൃഗശല്യവും ഒപ്പം കാലാവസ്ഥ വ്യതിയാനവും കർഷകർക്ക് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് കർഷകർ ഉണ്ടാക്കിയ വിളകൾക്ക് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് കർഷകർ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. വെള്ളി ഗ്രാമിന് 285 രൂപ, കിലോയ്ക്ക് 2,85,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.